ടു ടെക്കി പോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വാങ്ങിച്ച സ്പെയറിൻ്റെ ഡീറ്റെയിൽ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈക്കിൻ്റെ ചെറിയ ചെറിയ സ്പെയറും കാര്യങ്ങളും നമുക്ക് ഷോറൂമിലോ അല്ലെങ്കിൽ പുറത്തുള്ള ഷോപ്പിൽ നിന്നോ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്കത് നമ്മളൊന്ന് വാങ്ങിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിനെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പക്ഷേ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ എൻ്റെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ മുമ്പിലും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല ചെയ്യണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ സേഫെക്സ് ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ബൈക്കിൻ്റെ ചെറിയ ചെറിയ പാർട്സ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ എൻ്റെ ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 220 ഹെഡ്ലൈറ്റ് ആണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പഴയ മോഡൽ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ ഹൈ ബീം അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്നുമില്ല, ഒരു ഉണ്ടോ ഒന്നും സംഭവമില്ല. അത് പഴയ മോഡലില്ലല്ലോ. അപ്പോൾ ഹെഡ്ലൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗ്ലാസ് മേലെ ഇങ്ങനെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം വരും. അതായത് വിള്ളലും കാര്യങ്ങളെല്ലാം തന്നെ വരും. അപ്പോൾ നമുക്ക് ഗ്ലാസ് മാറ്റാന്ന് വെച്ചാൽ പുറത്ത് ഷോപ്പിൽ എവിടെയും ചെന്നാൽ ഉണ്ടാവത്തില്ല ഗ്ലാസ്. അപ്പോൾ നമുക്ക് ഫുൾ സെറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പാർട്സും കാര്യങ്ങളൊക്കെ എല്ലാ പാർട്സും ഉണ്ട്. അതിൻ്റെ എല്ലാ പാർട്സും ഉണ്ട്. ആദ്യം വലിയ പ്രൈസൊന്നും ഇല്ലാണ്ടുള്ള വെബ്സൈറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞത്, സേഫെക്സ് ബൈക്ക്. നമുക്ക് അത്യാവശ്യമുള്ള പാർട്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല. അപ്പോൾ അടിയിൽ ഇനി ആരും കയറി കമൻറ്റ് ചെയ്യരുത് ഇത് പ്രൊമോഷൻ വീഡിയോ ആണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത്. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് കൊറിയർ വന്നേക്കണ ബോക്സ്. ഇതിൻ്റെ വിധം നമുക്ക് കാർട്ടൺ ബോക്സ് ഉണ്ടായിരുന്നു. അത് കൊറിയറുടെ ബാഗിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവർ ആ ബോക്സ് എടുത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തുള്ളത് ഈ ഡീറ്റെയിൽസ് കണ്ടു. ഈ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് ഒട്ടിച്ചൊക്കെയാണ് ഇവർ. അപ്പോൾ ഇത് വന്നേക്കണമെന്ന് വെച്ചാൽ നല്ല സേഫ് ആയിട്ടാണ്, ബബിളായിട്ടുള്ള പാക്കിംഗ് ആണ് ഇവർ വന്നേക്കുന്നത്. നല്ല വലിയ ബബിളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, ഫുള്ള് ചുറ്റിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണ് കഴിച്ചത്, വല്ലാണ്ട് ചുറ്റിക്കളഞ്ഞൊരു ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. അത്രയും സേഫായിട്ടാണ് ഇവർ ഇത് പാക്ക് ചെയ്തേക്കണത്. ഇത് വന്ന സ്ഥലം എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്നാണ് വന്നേക്കണത്. അപ്പോൾ കഴിച്ചതേ ഇതിൻ്റെ ഉള്ളിൽ അവർ തെർമക്കോളെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് വന്നേക്കണത്. പൊട്ടാണ്ട് അമർന്നു കഴിഞ്ഞാൽ. അപ്പോൾ കഴിച്ചതാണ് നമ്മളെ ഗ്ലാസ്. ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഗൈസ് നമ്മളെ ഫൈനലി ഇതാ ഗ്ലാസ് പുറത്തേക്ക് വന്നേക്കണതാണ്. അപ്പോൾ നമ്മളെ ബ്രാൻഡ് വന്നേക്ക് ലൂമാക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് വന്നേക്കണത്. ഇതാണ് നമ്മളെ ബ്രാൻഡ്. ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇത് തന്നെ വാങ്ങിക്കണം. ലൂമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അകത്ത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം. കാര്യം എന്താ വെച്ചാൽ ഇതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡിങ് വന്നേക്കണത്. അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആ വെബ്സൈറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാ സ്പെക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ അത് കമ്പനീൻ്റെ ആയിരിക്കില്ല, ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് കിട്ടുന്ന സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. ലൂമാക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ആണ് വന്നേക്കുന്നത്. നമുക്ക് ഗ്ലാസ് ഒരു കുഴപ്പമില്ല, നമുക്കൊരു ചെറിയ സ്ക്രാച്ച് പോലും പൊട്ടലോ ഒന്നുമില്ല. ഡൽഹിയിൽ നിന്ന് എൻ്റെ സ്ഥലം മാഹിയാണ്, മാഹി വരും വന്നിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഞാൻ അവർ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. ഇതിൻ്റെ അകത്ത് വന്ന എത്ര ലെയർ ഉണ്ടായെന്ന് ചോദിച്ചാൽ 1 2 3 4 5 പ്ലസ് ഈ തെർമോക്കോൾ 6 ലെയർ നമുക്ക് പ്രൊട്ടക്ഷനായിട്ടാണ് അവർക്ക് നമുക്കിത് തന്നേക്കണത്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഇത് നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷനോടെ തന്നെയാണ് അവർ നമുക്ക് തന്നേക്കണത്. ഇതിൻ്റെ മീത ഒരു ബോക്സ് കൊണ്ടായിരുന്നു. ആ ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, കൊറിയറുകളുടെ ഇത് ബാഗിൽ കയറാത്തതുകൊണ്ട് അവർ അയച്ചു മാറ്റിയതായിരുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഗ്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണുന്നുണ്ടാവും, കണ്ടോ, ഒരു കുഴപ്പവുമില്ല. നല്ല പെർഫെക്റ്റ് അതിൻ്റെ ഗ്ലാസ് ഇവിടം വരെ എത്തിക്കണം, ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ വേഗം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതും കൂടി ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളതും കൂടി പിന്നെ കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുമ്പിലും കൂടി ഇതൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ചെയ്യുക. അപ്പോൾ പതിവ് പറയുന്ന പോലെ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ അല്ല അതും കൂടി ഒന്ന് ഇടിച്ചു പഠിക്കുക. ഓക്കെ.